കർത്താവിന്റെ നാമം ഇന്ന് വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ വേദപഠനം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുന്നു എന്ന് അറിയുന്നതിലും കേൾക്കുന്നതിലും വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ ചിന്ത ദൈവം നമ്മെ നടത്തുന്ന വിധങ്ങൾ, അല്ലെങ്കിൽ ദൈവം നമ്മെ നടത്തുന്ന വഴികൾ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങളാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്നത്. ഈ ഭാഗം പഠിക്കുമ്പോൾ ഒന്ന്, ചെങ്കടലിൽ നിന്ന് പുറത്തു വന്ന ഇസ്രായേൽ ജനത്തെ കുറിച്ച് കാണാം. അവിടുന്ന് അവർ ശൂർ മരുഭൂമിയിലെത്തി. അവിടുന്ന് വീണ്ടും മാറയിലെത്തി. മാറയിൽ നിന്ന് എലീമിലെത്തി. എന്തുകൊണ്ട് ഈ സ്ഥലങ്ങളെ കുറിച്ച് പറയുവാൻ ഇന്ന് നാം സമയമെടുക്കുന്നു, അല്ലെങ്കിൽ സമയം കണ്ടെത്തുന്നു? ഇസ്രായേൽ ജനം കടന്നുപോയ വഴിത്താരകളെല്ലാം ദൈവത്തിന്റെ കരുതലുകൾ, ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അത്ഭുതമായ ദൈവപ്രവൃത്തികളെ കാണുവാൻ ഓരോ അവസരങ്ങൾ കൂടി ദൈവം അവരെ അനുവദിച്ചു. അതിൽ കൂടി മാത്രമേ അവർക്ക് വാഗ്ദത്ത കനാനിലേക്ക് പോകുവാൻ കഴിയുകയുള്ളൂ. നാം അറിയുന്നത് പോലെ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് ഒരു വാഗ്ദത്ത ദേശത്തേക്ക്, അത് അബ്രഹാമിനോട്, ഇസാക്കിനോട്, യാക്കോബിനോട് പറഞ്ഞ പാലും തേനും ഒഴുകുന്ന ഫലഭൂയിഷ്ഠമായ ദൈവത്തിന്റെ കനാൻ. പഴയ ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രിയമുള്ളവരെ, ഈ ഭൂമിയിലെ ഒരു ഭൗതിക വാഗ്ദത്തം, അക്ഷരികമായ ഒരു ഭൂപ്രകൃതി, ജോഗ്രഫിക്കൽ ലാൻഡ് എന്ന് പറയാം. ഈ ഭൂമിയിൽ അവർ അവകാശമാക്കേണ്ട ഒരു ദേശം. അവിടേക്കുള്ള പ്രയാണത്തിൽ ദൈവം അവരെ ചെങ്കടലിൽ കൂടി, ശൂർ എന്ന് പറയുന്ന മരുഭൂമിയിൽ കൂടി, മാറയിൽ കൂടി, എലീമിൽ കൊണ്ടെത്തിച്ചു. എലീം എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത ദേശമല്ല. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് മാത്രമേ ഉള്ളൂ. ഇനിയും അവിടുന്ന് എലീമിൽ നിന്ന് വീണ്ടും ഇസ്രായേൽ ജനം മുൻപോട്ട് യാത്ര പോവുകയാണ്. രഫീദീമിൽ നിന്ന് കൂടെ, കാദേശിൽ കൂടി. അപ്പോൾ തന്നെ വീണ്ടും ദൈവം അവരെ നടത്തുന്ന വഴിയിൽ കൂടി തുടർമാനമായ യാത്രയിൽ അവരൊരു പ്രയാണികളാണ്, പ്രദേശ യാത്രികരാണ്, മരുഭൂമിയിൽ കൂടി കടന്നു പോകുന്നവരാണ്. പഴയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, മരുഭൂമിയിലെ സഭയാണ്. യാക്കോബ് ബഥേലിൽ വെച്ച്, അല്ലെങ്കിൽ ലൂസിൽ വെച്ച് ഒരു കാട്ടുകല്ല് തലണിയായിട്ട് വെച്ച് ഉറങ്ങിയപ്പോൾ ആ കല്ല് പിറ്റേ പ്രഭാതത്തിൽ കണ്ടപ്പോൾ ആ കല്ലിനോട് യാക്കോബ് പറയുന്ന ഒരു ദൂതുണ്ട്. നാളെ ഇതെന്റെ വീടിന്റെ മൂലക്കല്ലാവുമെന്നല്ല പറഞ്ഞത്, ഞാൻ നാളുകളിൽ പണിയുന്ന വീടിന്റെ അടിസ്ഥാനക്കല്ലായി മാറുമെന്നല്ല പറഞ്ഞത്. ഈ സ്ഥലത്ത് വെച്ച് ഈ കല്ലിൽ ഞാൻ തലവെച്ചുറങ്ങിയപ്പോൾ എന്നോട് ദൈവാത്മ ഇടപെട്ടു, സ്വപ്നം കണ്ടു, ദർശനങ്ങൾ കണ്ടു, എനിക്ക് അരുളപ്പാട് ലഭിച്ചു, ദൈവനോട് സംസാരിച്ചു. ഈ സ്ഥലത്ത് ദൈവമുണ്ട്, അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി നാളെ പണിയുന്ന വലിയ സൗധത്തിന്റെ പ്രാരംഭശില, അടിസ്ഥാന ശിലയാവുമെന്നല്ല പറഞ്ഞത്. ഇത് ഈ കല്ല് നാളെ ആലയത്തിന് തൂണാകും. പ്രിയമുള്ളവരെ, ആലയത്തെ കുറിച്ചുള്ള വെളിപ്പാടില്ല. അപ്രകാരം ആലയത്തിൽ ആരാധനയെ കുറിച്ചൊരു കാഴ്ചപ്പാടില്ല. പുരോഹിത ശുശ്രൂഷയുടെ യാതൊരു രീതിയിലുള്ള പ്രമാണങ്ങളുമില്ല. എഴുതപ്പെട്ട കൽപ്പലകകളോ അല്ലെങ്കിൽ ജനം അനുസരിക്കേണ്ട പ്രമാണങ്ങളോ ഇല്ല. എന്നിട്ട് പോലും യാക്കോബ് ആത്മാവിൽ, വിശ്വാസത്താൽ, പ്രത്യാശയാൽ താൻ വിളിച്ചു പറയുന്നത് ഈ സ്ഥലത്ത് ദൈവമുണ്ടെന്ന് മാത്രമല്ല, ഇത് ദൈവത്തിന് ആലയമാണ്. യാക്കോബിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെ ദൈവം ഒരിക്കലും തെറ്റിച്ചില്ല, അവഗണിച്ചില്ല. യാക്കോബ് ഏത് മരുഭൂമിയിൽ കടന്നുറങ്ങിയോ ആ മരുഭൂമിയിൽ കൂടിയാണ് ഇന്ന് ചെങ്കടൽ കടന്ന ദൈവത്തിന്റെ ഒന്നാമത്തെ സഭ, മരുഭൂമിയിൽ കൂടി സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ സഭ. എന്താണ് തെളിവ്? സ്തേഫാനോസ് തന്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നു, മരുഭൂമിയിലെ സഭ. അപ്പോൾ 7-ാം അധ്യായം യാക്കോബ് കണ്ട ദർശനവും യാക്കോബ് പറഞ്ഞ വെളിപ്പാടും പിന്നത്തേതിൽ ആചരണം ചോരത്തളിയും പെസകയും ആചരിച്ച് പെസക കുഞ്ഞാടിനെ അറുത്ത് അതിന്റെ മാംസം തിന്ന് കട്ടളക്കാൽമേലും കുറുമ്പിടുമേലും കുഞ്ഞാട് രക്തം തളിച്ച് രക്തത്തിന്റെ സംരക്ഷണത്തിൽ നിന്ന് സംഹാരകനെ കടന്ന് മിസ്രൈമിനെ ന്യായം വിധിച്ച് പുറത്തു വരുന്ന ഈ ജനം ദൈവത്തിന്റെ സഭയല്ലാതെ പിന്നെ എന്താണ്? പഴയ ഇസ്രായേൽ പുറപ്പെട്ടതും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതിന് ശേഷമാണ് അവർ പുറപ്പാട് ആരംഭിച്ചത്. നമ്മുടെ പുറപ്പാടും ആരംഭിച്ചിരിക്കുന്നത് കാൽവറിയിൽ പരമയാഗമായി തീർന്ന ദൈവ കുഞ്ഞാടിന്റെ പ്രായശ്ചിത്ത ബലിക്ക് ശേഷമാണ് സിയോനിലേക്കുള്ള പ്രയാണം ആരംഭിച്ചത്. പഴയ നിയമ വിശുദ്ധന്മാർ ഈ ക്രൂശിനെ നോക്കി ആരാഞ്ഞ് അന്വേഷിച്ചുകൊണ്ട്, വരുവാനുള്ള കൃപയെക്കുറിച്ച് അവർ നോക്കി പാർത്തുകൊണ്ട്, വെളിപ്പെടാനുള്ള തേജസ്സിനെ അവർ ഭാഗമായി കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദത്ത നിവൃത്തിയെ ആത്മാവിൽ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് അവർ ക്രൂശിനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്തെങ്കിൽ നമുക്ക് ക്രൂശിൽ നിന്ന് മുൻപോട്ട് പോകുവാൻ സിയോനിലേക്കുള്ള പഴയ ഇസ്രായേൽ അക്ഷരികമായ ഒരു ഭൂപ്രകൃതി, മണ്ണ്, ഇവിടുത്തെ പൊന്ന്, ഇവിടുത്തെ റിസോഴ്സുകൾ, സമ്പത്തുകൾ, ഭൗതിക കനാൻ, വാഗ്ദത്ത ദേശം കൈവശമാക്കുവാൻ ദൈവം അവർക്ക് അവസരം കൊടുത്തു. എന്നാൽ പുതിയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഭൂമിയിലെ മണ്ണോ പൊന്നോ സ്ഥലമോ കൂടാരമോ കെട്ടിടമോ സമ്പത്തോ ഭൗതിക സമൃദ്ധികളൊക്കെ അപ്പുറമായി അനേക പുത്രന്മാരെ തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നയിക്കുന്ന സ്വർഗീയമായതിലേക്ക്, അല്ലെങ്കിൽ പുതിയ യെരൂശലേമിലേക്ക്, സിയോനിലേക്ക് നമ്മെ നയിക്കുന്ന ആ വലിയ മഹത്തരമായ ഒരു യാത്രയിലാണ് ഞാൻ. ഇസ്രായേൽ തുടങ്ങിയത് ഒരു ദൈവിക പദ്ധതിയിലാണ് അവരുടെ യാത്ര തുടങ്ങി. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തു നിന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങി പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. നമുക്കറിയാം, ഒരിക്കലും ജോസഫ് 70 പേരോടുകൂടെ ഈ മിസ്രൈമിൽ എത്തിയത് ചെങ്കടൽ കടന്ന്, ശൂർ കടന്ന്, മാറയിൽ കൂടി, എലീമിൽ കൂടി, കാദേശിൽ കൂടി, രഫീദീമിൽ കൂടി അല്ല പ്രിയമുള്ളവരെ. അങ്ങനെ വാഗ്ദത്ത ദേശത്തെത്തിയത് മറ്റൊരു സ്ഥലത്ത് കൂടി അവരെ
മരുഭൂമിയിൽ കൂടി യുദ്ധം അഭ്യസിപ്പിക്കുവാൻ, അല്ലെങ്കിൽ മരുഭൂമികളെ ജയിക്കുവാൻ, അനാക്കിയ രാജാക്കന്മാരെ ജയിക്കുവാൻ, അമാലേക്കിനെ ജയിക്കുവാൻ യുദ്ധസന്നദ്ധരായി കനാന്യരെയും അമോന്യരെയും ഫെലിസ്ത്യരെയും ഒക്കെ ജയിച്ച് മുന്നേറുന്ന ഒരു പഴയ നിയമ ഇസ്രായേൽ അവർ ദൈവിക പദ്ധതിയിൽ പുറപ്പെട്ടു. പക്ഷെ ഇപ്പോൾ കാണുന്നത് ചെങ്കടലാണ്. ചെങ്കടലിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ വെള്ളമാണ്. ചെങ്കടൽ ആർക്കും വഴിമാറിയിട്ടില്ല, വഴിമാറത്തുമില്ല. പക്ഷേ പെസഹ കുഞ്ഞാടിനെ അറുത്ത് ചോരത്തലി ആചരിച്ച് പെസഹ അപ്പം ഭക്ഷിച്ച് യുദ്ധസന്നദ്ധരായി പുറത്തു വന്ന ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ ചെങ്കടൽ വഴിമാറി. നാം കഴിഞ്ഞൊരു എപ്പിസോഡിൽ അത് ചിന്തിച്ചു. ചെങ്കടൽ കണ്ടപ്പോഴേ അവരുടെ വായിൽ വന്നത് ഇവിടെ കൊല്ലുവാനാണോ കൊണ്ടുവന്നത്? ഉടനെ അവർ വായിൽ വന്നത് മരണം, ശവം, ശവക്കുഴി, അവരുടെ അന്ത്യം, മിസ്രയും അവിടുത്തെ ജീവിതം. എന്തുകൊണ്ട് ഞങ്ങളെ കൊല്ലുവാൻ ഇവിടെ കൊണ്ടുവന്നു? പക്ഷെ അവരെന്തെല്ലാം പറഞ്ഞു പിടിപ്പിച്ചു, അവർ വായിൽ എന്തെല്ലാം വന്നു, അതിന്റെ ദുരന്തം, അതിന്റെ തിക്താനുഭവം, അതിന്റെ ഫലം അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾ കൊയ്യും. ഹൃദയം നിറഞ്ഞു കവിയുന്നതുകൊണ്ട് വാ പ്രസ്താവിക്കും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ മേലിരിക്കും. അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ജീവിതാന്ത്യം അത് ശവശരീരങ്ങളായി മരുഭൂമിയിൽ പട്ടുപോയി. അവർ മരുഭൂമിയിൽ അവരെ കൊന്നുകളഞ്ഞു. അവരുടെ ശരീരങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്നൊക്കെ നമ്മൾ പിന്നത്തേതിൽ പല പുസ്തകങ്ങളും വായിക്കുന്നു. ഒരു ചെങ്കടൽ കാണുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ അന്ത്യം കാണരുത്. അത് ഫറവോന്റെ അന്ത്യം കാണണം. ഈ ചെങ്കടൽ നിങ്ങൾക്കൊരു അത്ഭുതവും, നാളെ ഇവരെ നിങ്ങളെ ഞെരുക്കിയ, നിങ്ങളെ തകർത്ത, നിങ്ങളെ ഇല്ലായ്മ ചെയ്ത ഫറവോന് അത് അവസാനം. ചെങ്കടലാണ് ഫറവോനെയും സൈനാധിപന്മാരെയും സേനാനായകന്മാരെയും പടയാളികളെയും അതിന്റെ എല്ലാ കാലാൽപ്പടയും ഒന്നിച്ച് കുഴിച്ചു മൂടുന്ന ഒരു കുഴിമാടമാണ് ഈ ചെങ്കടൽ. ഒരിക്കലും ചെങ്കടൽ നിങ്ങളുടെ അന്ത്യമല്ല. ചെങ്കടൽ നിങ്ങൾക്ക് വേണ്ടി ഒരു എക്സിറ്റ് റോഡാണ്. നിങ്ങൾ പുറത്തു പോവുകയാണ്. ചെങ്കടൽ വിഷയം വെള്ളമാണ്. ഈ വെള്ളത്തിൽ കൂടി എങ്ങനെ പുറത്തു വരും? ഇനിയും എങ്ങനെ ഒരു ഹൈവേ ഉണ്ടാവും? എങ്ങനെ ഒരു ബൈപ്പാസ് റോഡ് ഉണ്ടാകും? എങ്ങനെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാകും? ഇതൊന്നുമല്ല അവിടെ സംഭവിച്ചത്. അവർക്ക് വേണ്ടി ദൈവത്തിന് ഒരു പ്രത്യേക പദ്ധതി ഉണ്ട്. ആ ചെങ്കടലിൽ ദൈവം വെട്ടി ഒരുക്കിയ പ്രൈവറ്റ് ലിമിറ്റഡ് റോഡിൽ വാഹനമായി ഫറവോൻ വന്നു. അനധികൃതമായി വാഹനം ഇറക്കിയാൽ ശിക്ഷിക്കപ്പെടും എന്ന് ചില സ്ഥലങ്ങളിൽ ബോർഡുകൾ തൂക്കിയിരിക്കുന്നതായിട്ട് നാം കാണാം. അങ്ങനെ അനുമതിയില്ലാതെ ഫറവോൻ ദൈവജനത്തിനു വേണ്ടി വെട്ടിത്തുറന്ന പാതയിലൂടെ തന്റെ വാഹനം, ഫറവോന്റെ രഥചക്രങ്ങൾ ഇറങ്ങിയതേ ഓർമ്മയുള്ളൂ. പിന്നെ തിരിച്ചു കയറാൻ കഴിയാതെ വണ്ണം അതിന്റെ ഓട്ടത്തെ താറുമാറാക്കിയ ഒരു ദൈവം ഇസ്രായേൽ ജനം അക്കരെ എത്തുകയും ഫറവോനും അതിലെ സകല പടയാളികളും സൈന്യാധിപന്മാരും സകലവിധ മിസ്രൈമ സംവിധാനങ്ങളും ആ ചെങ്കടലിൽ അവസാനിച്ചു. ഇസ്രായേൽ ജനം തിരിഞ്ഞു നോക്കിയപ്പോൾ ശവശരീരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കി. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. മോശ 40-ാമത്തെ വയസ്സിൽ ഫറവോന്റെ അധീനതയിലുള്ള ഒരു മിസ്രൈമിനെ കൊല്ലുവാൻ ശ്രമിച്ചു. കൊന്നു, പക്ഷെ മറച്ചു വെച്ചു, വെളിയിൽ കാണാനില്ല. പക്ഷെ 80-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ വേണ്ട, പുറപ്പാട് വേണ്ട, വീണ്ടെടുപ്പ് വേണ്ട, പല പ്രാവശ്യം ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്ത മോശയെ കൊണ്ട് തന്റെ വാർദ്ധക്യത്തിൽ 80-ാമത്തെ വയസ്സിൽ ദൈവം ഒരു ശുശ്രൂഷ ചെയ്തിപ്പിച്ചപ്പോൾ ചെങ്കടലിലെ വെള്ളത്തിൽ ഈ ഫറവോനെ ന്യായം വിധിക്കുവാൻ ദൈവം മോശയെ അനുവദിച്ചു. ഞാൻ അവസാനിപ്പിക്കട്ടെ. അവിടുന്ന് ഇസ്രായേൽ ജനം കയറിയ സ്ഥലമാണ് ശൂർ. എന്താണ് ശൂറിന്റെ പ്രത്യേകത? അവിടെ വെള്ളമില്ല. ഇന്നലെ ഉണ്ടായിരുന്നത് വെള്ളമുള്ളതായിരുന്നു, പക്ഷെ ഇന്ന് വെള്ളമില്ല. ഇങ്ങനെ ചില ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും, വെള്ളമില്ല. പക്ഷെ അവിടുന്ന് വീണ്ടും പെട്ടെന്ന് പുറത്തു വന്നു. ശൂർ 1, 2, 3 ദിവസമേ കാണത്തുള്ളൂ. വന്നപ്പോൾ മാറയിൽ വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ കഴിയുന്നു. അവിടെയും വിഷയം വെള്ളമാണ്, കുടിക്കുവാൻ കഴിയുന്നത്. പക്ഷെ ഇസ്രായേൽ ജനം അവിടെ വരുന്നതിന് മുമ്പേ ദൈവജനത്തിന് വേണ്ടിയുള്ള കരുതലുകൾ, മാറയെ മധുരമാക്കുന്ന, കയ്പുകളെ മാറ്റുന്ന, തിന്മയെ മാറ്റുന്ന, ദോഷത്തെ മാറ്റുന്ന, ആ വെള്ളത്തിന്റെ ശാപത്തെ മാറ്റുന്ന, വെള്ളത്തെ പഥ്യമാക്കുന്ന, ഗുണമാക്കുന്ന, അനുഗ്രഹമാക്കി തീർക്കുന്ന, നന്മയാക്കി തീർക്കുന്ന, മാറയെ മധുരമാക്കി തീർക്കുന്ന വൃക്ഷം, അതിന്റെ പരിഹാരം, അതിനുള്ള പോവഴി, അതിനുവേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതി അവിടെ ഉണ്ടായിരുന്നു. ഒരിക്കലും ദൈവം അറിയാതല്ല ഈ ചെങ്കടലും ശൂറും മാറയും. അവിടുന്ന് ദൈവം മാറയിൽ നിന്ന് അവരെ പെട്ടെന്ന് എലീമിലേക്ക് കൊണ്ടുവന്നു. അവിടെ വന്നപ്പോൾ 12 ഗോത്രമാണ്. 12 ഗോത്രത്തിനും ഓരോ ഉറവ. നിങ്ങളുടെ തലമുറകളും എത്ര കുടിച്ചാലും തീരാത്ത പോലെ, പറ്റാത്ത പോലെ ദൈവം തുറന്ന ഉറവയുടെ വലിയ വഴി. കർത്താവിന്റെ പ്രവർത്തികളിൽ പ്രിയമുള്ള നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുമോ? എന്റെ ലൈഫിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന്. അത് ചെങ്കടലാകട്ടെ, ശൂറാകട്ടെ, മാറയാകട്ടെ, എലീമാകട്ടെ, ഏതുമാകട്ടെ, അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രൊവിഷൻ ഉണ്ട്, ദൈവത്തിന്റെ കരുതലുണ്ട്, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങളെക്കാൾ, നിങ്ങളുടെ പ്രശ്നങ്ങളെക്കാൾ നിങ്ങളുടെ പരിഹാരം വലുതാണ്. ക്രിസ്തു വലിയവനാണ്. കർത്താവിൽ അസാധ്യമായതൊന്നുമില്ല. ദൈവപ്രവർത്തനം വിശ്വസിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.